എന്ന് കരുതിയ പോലും അതിന് വേണ്ടിയിട്ടാ. പക്ഷേങ്കിൽ ഇത്രയും ആൾക്കാർ വന്നിരുന്ന് ഇത്രയും സപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും ഒരുപാട് മുകളിലാണ്. ഇത്രയും സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് കരുതുമ്പോൾ എന്താ പുള്ളി പറയാൻ ലൈവ് തുടങ്ങിയിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എന്ത് പറയണമെന്ന് അറിയത്തില്ല. വീണ്ടും 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 എന്താ നിങ്ങൾ ഇത്രയും സ്നേഹം തരുന്ന എന്തിനാന്നാണ് പുള്ളിക്ക് ഇപ്പം മനസ്സിലാവാത്തത്. അത്രയ്ക്ക് സപ്പോർട്ടാണ് തരുന്നത്. പുള്ളിക്കാരന് വല്ലാണ്ട് എന്താ പറയേണ്ടത് പറഞ്ഞ നിങ്ങളനുസരിക്കില്ല. പുള്ളി അപ്പുറത്ത് നിന്ന് കരയോ കേട്ടോ റിക്കെ, സത്യമായിട്ടും. ജോയിൻ ആയിട്ട് 1 വർഷത്തിൽ മേളിലായി. ഞാൻ വരുന്നതിന് മുന്നേ ഇവരെല്ലാം കൂടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഐസ്ലാൻഡിസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വന്ന ശേഷമാണെങ്കിലും ഞങ്ങളതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പം ഈ ഒരു 600 സംതിങ് പ്ലേയേഴ്സിനെ എത്തിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒത്തിരി വർക്കുണ്ട്. നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഇത്രയും പ്ലേയേഴ്സ്, പക്ഷേ ഒരു സെർവറിൽ ഇത്രയും പ്ലേയേഴ്സ് കണക്റ്റ് ആകാമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പുറകിൽ ഒരുപാട് വർക്കും എഫേർട്ടും ഉണ്ട്. അത് കൂടാഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് എല്ലാ ടൈപ്പ് ഓഫ് അറ്റാക്സും, നമ്മളൊരു അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ അടുത്ത ടൈപ്പ് ഓഫ് അറ്റാക്ക്, അത് കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത ടൈപ്പ് ഓഫ് അറ്റാക്ക്, അങ്ങനെ ഓരോന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും. അത് കഴിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സെർവർ ഇഷ്യൂ വരും, PL ഇഷ്യൂ വരും. അപ്പം നമ്മൾ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കി വരുമ്പോഴത്തേന് അടുത്ത പ്രശ്നം വരും. പക്ഷേ നിങ്ങളൊക്കെ പ്ലേയേഴ്സ് ആണെങ്കിൽ അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ഇഷ്യൂ വന്നാലും നമ്മളത് ശരിയാക്കും, നമ്മൾ തിരിച്ചു വരും എന്നുള്ളൊരു സപ്പോർട്ട് പ്ലേയേഴ്സിൻ്റെ അടുത്തുനിന്ന് നമുക്ക് അത്രയധികം കിട്ടിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്. പക്ഷെ ഇത് ഞങ്ങളെല്ലാം എന്താ പറയണേ, ഇങ്ങനൊരു സംഭവം വന്നപ്പോഴത്തേന് ഞങ്ങളെല്ലാം ആകെ ഇതായിപ്പോയി. കാരണം എന്താ പറയണേ, കൈക്കുമ്പിലിരുന്നെല്ലാം ചോർന്നു പോയൊരവസ്ഥയല്ലേ. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ സാധനങ്ങളും എല്ലാം കിടക്കണത് അതിൻ്റെ അകത്താണ്. ആ ഒരു സാധനം റോക്സ്റ്റാർ ബാൻ ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാതെ പറ്റാത്തൊരു ഇതായിപ്പോയി. ഇനി എന്താ പറയണ്ടേ, പക്ഷെ നമ്മളൊരു ചോദ്യചിഹ്നമായിരുന്നു അല്ലേ? പിന്നെ ബാക്കി ഇനി പറയേണ്ടത് ബ്രാവോയാണ് ബാക്കി പറയേണ്ടത്. കാരണം ഞങ്ങൾ ആരുമല്ല നിങ്ങൾക്ക് ഉത്തരം തരേണ്ട ആള്. നിങ്ങൾ ഉത്തരം സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. അയ്യോ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. സോ അതിൻ്റെ ഒരു ഓവർവെൽമിങ് എന്താ പറയുക ഫീലിങ്സ്, അത് വേറെ, ഇത് പോയിന്റ് ഒന്നുമല്ല കേട്ടോ, പോയിന്റ് ഒന്നുമല്ല. കാശ് പോയതൊന്നും കാര്യമില്ല, പൈസയല്ലേ, പൈസ നമുക്ക് വീണ്ടും ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. അതിലൊന്നും വിഷമമില്ല. പക്ഷെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ, എന്തിനാണ് എനിക്ക് ഈ ഫീലിങ്സ് വരുന്നത് എനിക്ക് അറിയത്തില്ല. എടാ ഇമോട്ടുള്ളി ആണെങ്കിൽ അത് മാറ്റിയേ കേട്ടോ, അവർക്ക് എന്തായാലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കട്ടെ, അതായിരിക്കും നല്ലത്. എനിക്ക് ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ആട് ബ്രോ കുറേ കാര്യങ്ങൾ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവല്ലേ, അത് വേണോ ക്യാമറ? നമ്മളെല്ലാത്തിനെ ഫേസ് ചെയ്യാൻ പഠിക്കണം. നിങ്ങളെ കാത്താൻ ആൾക്കാർ ഇരിക്കുന്ന പേടിയൊന്നുമില്ലേ? ഹായ്, ഞാൻ ആദ്യമേ ഇവരോടൊക്കെ സംസാരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടില് സുഖമാണോ? ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും? കമന്റ് ചെയ്യാൻ വായിക്കുന്നില്ല. അവര് പറയട്ടെ. ആദ്യമേ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ ഫ്രീ ആവെന്ന് തോന്നുന്നു. ഞാൻ ഓക്കെയാണ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്താ പറയുക, ഞാൻ അമ്മക്കുട്ടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ആവശ്യം വേണ്ടി എറണാകുളം പോയതാണ്. എറണാകുളം പോകുന്ന സമയത്താണ് അപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം അറിയുന്നത്. ഈ ഒരു കാര്യം അറിഞ്ഞ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്തോ ഭാഗ്യത്തിനാണ് എനിക്ക് ആടുപുറവിനെ വിളിച്ചോണ്ട് പോകാൻ തോന്നിയത്. പുള്ളിനെ വിളിക്കാതെ കാണാൻ ഞാൻ പോയിരുന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത് എടാ സത്യം പറയല, എനിക്ക് ഒരുപാട് പേരോട് ആദ്യമേ പറയാനുള്ള താങ്ക്സ് ആണ് കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് മിക്കവർക്കും എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എനിക്ക് ഒരുപാട് പേർക്ക് റിപ്ലൈ തരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അത് പല കാര്യങ്ങളുടെ ഇടയ്ക്ക് തിരക്കിലും പല ഇതിലും മൈൻഡിലും ആയതുകൊണ്ടാണ് എനിക്ക് ആർക്കും റിപ്ലൈ തരാൻ. സോറി ഗൈസ്, നിങ്ങളുടെ എല്ലാവരുടെ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആദ്യമേ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. എല്ലാവർക്കും അതയച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അത് വ്യൂവേഴ്സ് ആയാലും പ്ലേയേഴ്സ് ആയാലും അല്ലെങ്കിൽ കൂടെ ഉള്ളവരാണേലും നമ്മുടെ കോമ്പറ്റീഷൻ ഉള്ളവരാണേലും എല്ലാവർക്കും ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വലിയ താങ്ക്സ് കേട്ടോ. കാരണം ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. കാരണം ഒരു പോയിന്റിൽ ഇത് ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് പറയാൻ ചിന്തിച്ചായിരുന്നു. ബട്ട് അപ്പോഴാണ് എനിക്ക് ഈകളുടെ മെസ്സേജ് വന്നായിരുന്നു എനിക്ക്. അതേപോലെ തന്നെ ഡൈനുവും പറഞ്ഞ് ഡൈനുവിൻ്റെയും എന്താ പറയുക, ഡൈനുവിനെ മാത്രം എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ആടുപുറമൊക്കെ സത്യം ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആടുപുറമൊക്കെ ഫിസിക്കലി ഇവിടെ പ്രസന്റ് ആയിരുന്നു. മൊത്തത്തില് എനിക്ക് ആകെയുള്ളൊരു വിഷമം എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഞാനതിൽ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അപ്ഡേറ്റുകളും പല കാര്യങ്ങളും പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എക്സ്ലാൻഡിസിൻ്റെ കീ നമുക്ക് മൊത്തത്തിൽ പോയിട്ടുണ്ട്. സോ നമുക്ക് അതിലുള്ള ഓരോ അസറ്റുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും റീബിൽഡ് ചെയ്യണം. റീബിൽഡ് ചെയ്യാനില്ല, അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും റീബിൽഡ് എന്ന് പറയുന്നൊരു സാധനം നമ്മൾ ചെയ്യും. പക്ഷേ എനിക്ക് കുറച്ച് ടൈം നിങ്ങൾ തരണം. എന്താ പറയുക, കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു എക്സ്ലാൻഡിസ് ഇവിടെ തീരുവാണോ എന്നുള്ളത്. എക്സ്ലാൻഡിസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫാമിലിയാണ്. അത് ഒരു വല്ലാത്തൊരു ഇമോഷനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് എക്സ്ലാൻഡിസ് ഇവിടെ തീരത്തില്ല. അവർക്ക് നമ്മുടെ ഒരു കീയല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റൊക്കെ വീണ്ടും വാങ്ങാന്നേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ എന്തായാലും തിരിച്ച് സർവർ ഞാൻ അപ്പാക്കിയിരിക്കും. മേ ബി ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും കുറച്ച് ഫീച്ചേഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് സർവർ അപ്പായിരിക്കും. അത് എൻ്റെ ഗ്യാരണ്ടി. അതുമാത്രമല്ല, എന്താണ് പറയുക, ഇതല്ലേ നിനക്കന്ന് സംഭവിച്ചേ. ലൈവ് ഇരുന്ന് കഴിയുമ്പോൾ എന്താ പറയേണ്ടത്? സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഒരു ഓർഡറിൽ വരാം, ഇല്ലെന്നുണ്ടെങ്കിൽ വിട്ടുപോകും. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എക്സ്ലാൻഡിസിൻ്റെ കീ നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി അത് നമുക്ക് ക്ലെയിം ചെയ്താലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അതിലുള്ള അസറ്റുകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പോട്ടെ, സാരമില്ല. അത് ഞാൻ അതിനെപ്പറ്റി ബോധമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സാധനം തുടങ്ങിയത് കാശുണ്ടാക്കാനല്ല. ഇതിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൂടുതലും ഇൻകത്തെക്കാട്ടിലും. ബട്ട് സ്റ്റിൽ ഞാനത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സ്ലാൻഡിസ് നിൽക്കുന്ന സ്റ്റാഫ് ആയിക്കോട്ടെ, അഡ്മിൻ ആയിക്കോട്ടെ, പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഈ ഒരു സർവർ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഉണ്ട്. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തായാലും എക്സ്ലാൻഡിസ് തിരിച്ചു വരും. അത് വരാതിരിക്കുന്നില്ല. ആ കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്, ഇത് എന്ത് ചെയ്യണം എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഡൈനുവും കുറേ കാര്യങ്ങൾ പറഞ്ഞു, റിക്ക്, എല്ലാവരും പല കാര്യങ്ങൾ എന്ത് ചെയ്യണം, എവിടുന്ന് തുടങ്ങണം എന്നുള്ള കാര്യം പേര് പറയാത്ത അവർ പോലും വന്ന് നമ്മളോട് പറഞ്ഞു, ഇതേപോലെ വേണമെങ്കിൽ നമ്മുടെ കീ തരാം, നിങ്ങൾ യൂസ് ചെയ്തോളൂ, സെർവർ അപ്പാക്കിക്കോളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഗൈസ്, താങ്ക് യു. ഒരുപാട് പേര് എന്നോട് വന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഫിനാൻഷ്യലി ഹെൽപ്പ് എന്ന് പറഞ്ഞ എല്ലാവർക്കും എന്താ പറയുക, ഹൃദയത്തിൽ നിന്നും വലിയൊരു ബിഗ് താങ്ക്സ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് ഹാപ്പിനെസ് തന്നിട്ടുണ്ടായിരുന്നടാ. ഇത് കാണാൻ, ഇത് ഇങ്ങനെയൊക്കെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കോമ്പറ്റീറ്റേഴ്സ് ഉദ്ദേശിക്കുന്ന ഗ്യാങ് അല്ല കേട്ടോ, സർവേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ കോമ്പറ്റീഷൻ ഉദ്ദേശിച്ചത് സർവേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അവരുടെ കീ തരാം, നിങ്ങൾ യൂസ് ചെയ്തോളൂ, ഉപകാരമില്ലായിരിക്കുന്നതാന്ന് പറഞ്ഞു. അതേപോലെ വേറെ ആൾക്കാർ റണ്ണിങ് സർവേഴ്സിൽ നിന്ന് വന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ കീ യൂസ് ചെയ്തോളൂ, നമ്മുടെ സ്പെയർ കീ ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നിങ്ങൾക്ക് അങ്ങനെ മനസ്സ് തോന്നിയതിൽ വലിയ ബിഗ് താങ്ക്സ് ഗൈസ്. പിന്നെ കറൻ്റ്ലി ആരുടെ കയ്യിൽ നിന്നും പൈസ സ്വീകരിക്കാത്തതും അതേപോലെ തന്നെ കീ സ്വീകരിക്കാത്തതും അഹങ്കാരം കൊണ്ടല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ആരും. കാരണം എനിക്ക് ഈ ഒരു സർവർ ഇനിയും പൊങ്ങി. സോ നിങ്ങളുടെ ആരുടെയും പൈസ ഇതിൽ കൊണ്ടുവന്ന് കളയാനോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കീയും കൂടെ നഷ്ടപ്പെടുത്താനോ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി ഗൈസ്. പിന്നെന്താണ് പറയാനുള്ളത്, ഞാനിപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊന്ന് സ്റ്റേബിളായി. നേരത്തെ ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ലൈവ് ഇട്ടിട്ട് ഇവിടെ വന്നിരുന്നിട്ട് എവിടുന്ന് തുടങ്ങണം എന്ത് പറയണം എന്നറിയാതായിപ്പോയി. എടാ ചാറ്റ് ക്ലിയർ ചെയ്യില്ലടാ. അതിൻ്റെ ഒരു ഓവർവെൽമിങ് ആയിരുന്നു എനിക്ക്. പെട്ടെന്ന് എന്ത് പറയണം എന്നറിയാതെ നിങ്ങളുടെ എല്ലാ അതേസമയം അത് കണ്ട് എന്താ പറയുക, ആനന്ദ സങ്കടം എന്നൊക്കെ പറയത്തില്ല, അതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഈകളെ മെസ്സേജ് അയച്ചു, എന്താ അയച്ചേ? ഈകൾ എന്താ അയച്ചേ? എനിക്ക് ചാറ്റ് ക്ലിയർ ആയിപ്പോയി. ഈകൾ എന്താ അയച്ചേ? അല്ലൊന്ന് പറയുമോ? ഓ, ഈകൾ എന്താ മെസ്സേജ് അയച്ചതെന്നോ? ഞാൻ പറഞ്ഞുതരാം, ഞാനത് വായിച്ച് കേൾപ്പിക്കാം നിങ്ങളെ. എവിടെ ഈകൾ എനിക്കെന്താ മെസ്സേജ് അയച്ചത്? ആരില്ലെങ്കിലും അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാകും. ഭയങ്കര വീക്കായിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. ആടബ്രോയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ പെട്ടുപോയനെ. പിന്നെ ഒരുപാട് പേരുണ്ടാ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, എന്നെ വിളിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒന്ന് കോൾ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അന്ന് ആരോടും സംസാരിക്കാൻ പറ്റുന്നൊരു മൈൻഡിലോ ഒരു ഇതിലോ അല്ലായിരുന്നു ഞാൻ. അതുകൊണ്ടായിരുന്നു ആരുടെയും കോൾ എടുക്കാൻ. ആർക്കൊന്നും തോന്നരുത്. നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ കൊണ്ടാണ്. ആർക്കൊരു ഇതും തോന്നരുത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ റീവർക്ക് അല്ലെങ്കിൽ റീബിൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എക്സലാൻഡിസ് എങ്ങും പോകത്തില്ല, എക്സലാൻഡിസ് തിരിച്ചു വരും. താങ്ക് യു വിമ, താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻസ് വിമ. സോറി, അത് ചാറ്റിനിടയ്ക്ക് വിട്ടുപോകുന്നതാണേ. പിന്നെ പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ന്യൂ നെയിം ഒന്നുമല്ല, എക്സലാൻഡിസ് എന്നുള്ള പേര് തന്നെ ആയിരിക്കും സെർവർ അപ്പാക്കുന്നത്. അതിപ്പം ഇനിയും സെർവർ പോയാലും ശരി ആ പേര് തന്നെ അപ്പാക്കുന്നു. എന്തായാലും നമുക്ക് ഒരു വട്ടം നമുക്കിങ്ങനെ പോയി, അതുകൊണ്ട് അതിനി ഈ ലൈവിലല്ല അത് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി ഇതേപോലൊരു ഡൗൺ ടൈം നിങ്ങൾക്ക് വരാത്ത രീതിയിലായിരിക്കും ഇനി സെർവർ അപ്പാക്കുമ്പോൾ നമ്മൾ റെഡിയാക്കുന്നത്.